ക്ലീറ്റോ ക്ലീറ്റോ എന്താ എന്താണ്ട് കൊണ്ടൊന്ന് വിളിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്നുമില്ല. എന്താ ഉണ്ടെന്നേ? ഒന്നുമില്ലടി. പറ ക്ലീറ്റോ, ഞാൻ നോക്കൂ. അല്ലെങ്കിൽ നമ്മുടെ കഷ്ടകാലമൊക്കെ ഒന്ന് മാറാൻ പോകുന്നു എന്നൊരു തോന്നൽ. അതെന്താ അങ്ങനെ? ക്ലീറ്റോ പണിക്കൊന്നും പോകാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. എടി, കർത്താവ് എപ്പോഴും ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് വാരിക്കോരി കൊടുത്തോണ്ടിരുന്നാലേ നമ്മളെയൊക്കെ എപ്പോഴാണ് സഹായിക്കണേ? എന്താ വന്ന് പറഞ്ഞോ സഹായിക്കാന്ന്? അതൊന്നും തന്നെ വേണമെങ്കിൽ പറയാം. എന്താ ഇതിനകത്ത്? പറ ക്ലീറ്റോ. അതൊന്നുമില്ല. ഞാൻ നോക്കട്ടെ? നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താ ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മുടെ നല്ല സമയമായിരിക്കും. ആഹാ, ഇത്ര നല്ല സമയം ഉണ്ടാക്കുന്ന സാധനം. ഓ, ഇതാണ് നിങ്ങളുടെ നല്ല സമയം ഉണ്ടാക്കുന്ന സാധനം. ലോട്ടറി. ഓ ക്ലീറ്റോ, പഠിക്കാൻ പോവും. അപ്പോൾ ലോട്ടറി നിനക്കൊരു പുച്ഛം. എന്തോരം ആൾക്കാർ എടുക്കണു. ഞാൻ ഇന്നേ വരെ പൈസ കൊടുത്ത് ലോട്ടറി എടുത്തിട്ടുണ്ടോ? ഇനി ആ വഴിക്കും കൂടി പൈസ കളയും. എടി, ഞാനേ ദൈവം ചിലപ്പോൾ ഇതിലൂടെ ആയിരിക്കും നമ്മുടെ നല്ല സമയം കൊണ്ട് തരുന്നത്. ഞാനിന്ന് നമ്മുടെ ആ കവലയിൽ നിന്നപ്പോൾ ഒരു താടിയൊക്കെ വെച്ചിട്ടൊരാൾ കേട്ടോ, അയാൾ ലോട്ടറി കൊണ്ടുവന്ന് എന്നോട് ഇങ്ങനെ വന്നിട്ട്, ആള് സംസാരശേഷിയില്ലാത്ത ആളാണ്. ലോട്ടറി എടുത്തിട്ടേ ഇങ്ങനെ എന്നോട് നീട്ടിയിട്ട് അയാൾ മുഖത്ത് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് മോഹൻ അയാൾ പറയണം, മോനെ നീ ഇത് എടുക്കണം, ഇത് നിൻ്റെ നല്ല സമയം വരാൻ പോവുകയാണ്, എൻ്റെ കഷ്ടപ്പാടെല്ലാം ഇതുകൊണ്ട് മാറുകയാണ്, ഈ ടിക്കറ്റ് നീ എടുക്കണം, ഇത് കർത്താവ് നിനക്കായിട്ട് പറഞ്ഞു വെച്ചേക്കണ നമ്പറാണ്, ഇത് ഫസ്റ്റ് പ്രൈസ് ആണെന്ന്. എനിക്ക് അപ്പോൾ ഞാനിങ്ങനെ നോക്കി, അയാൾ ആ സംസാരത്തിൽ അയാളുടെ മുഖത്തും രൂപത്തിലൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ദിവ്യ ഒരു ചൈതന്യം. എന്താ ഞാനെന്ത് ചെയ്തു, നടരാജൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 50 രൂപ എടുത്താൽ കൊടുത്ത് ടിക്കറ്റ് മേടിച്ചു. തിരിഞ്ഞ് നോക്കട്, ആളെ കാണാനില്ല. അയ്യോ, എത്രേന്റെ ലോട്ടറിയാ? 1 കോടി. എൻ്റെ അമ്മേ, ഇതെങ്ങനെ അടിച്ചാലോ ക്ലീറ്റോ? അടിച്ചാൽ എന്താ, നമുക്ക് പൈസ കിട്ടും. 1 കോടി രൂപ നമ്മൾ എന്ത് ചെയ്യും? 1 കോടി അടിക്കണമെങ്കിൽ 1 കോടിയും കിട്ടില്ല. ഒരു 35 ലക്ഷം രൂപ ടാക്സ് അത് ഇതൊക്കെ പോയാൽ 65 ലക്ഷം രൂപ കിട്ടും. എന്നാലും 65 ലക്ഷം രൂപയല്ലേ ക്ലീറ്റോ? മതിയല്ലോ, നമുക്ക് നല്ലൊരു സന്തോഷമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ട് 65 ലക്ഷം രൂപ ധാരാളമല്ലേ. ആദ്യം തന്നെ ഒരു വീട് വെക്കണം കേട്ടോ ക്ലീറ്റോ. ഏറ്റവും ആദ്യം ഇത് ലോട്ടറി അടിച്ച അപ്പം തന്നെ പൈസ കിട്ടിയ ഉടനെ തന്നെ വീടിന്റെ പണി നോക്കിക്കോളണം. പിന്നെ വേണ്ട, ഇതിൽ കുറച്ച് വള എനിക്കൊന്നും വേണ്ട, മാല വേണ്ട. നിനക്ക് വേണ്ട, പക്ഷെ അത് എൻ്റെ ഒരു ആഗ്രഹമാണ്, നിന്റെ കയ്യിൽ വളയൊക്കെ കിടക്കുന്ന. പിന്നെ തക്കളിമോളുടെ പേരിൽ ഒരു 10-20 ലക്ഷം രൂപ ഫിക്സഡ് ആയിട്ട് ഇടണം. 20 വേണ്ട, ഒരു 20 ഇടണം ക്ലീറ്റോ. അവളെ സാധാരണക്കാരന്റെ കൂടെ ഇറക്കി വിടാൻ പറ്റും. അവളുടെ കല്യാണ സമയത്ത് നമ്മൾ പിന്നെ ഓടേണ്ട കാര്യമില്ല. ഏതെങ്കിലും സാധാരണക്കാരന്റെ കൂടെ ഇറങ്ങി പോയെന്ത് ചെയ്യും? അങ്ങനെയൊന്നും എൻ്റെ കൊച്ചു ബുദ്ധിമോശം കാണിക്കൊന്നുമില്ല. എന്തോ പോടിയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇടാം. 20 വെച്ചോ. ഇപ്പോൾ 20 തന്നെ ഇടണം. 20 ലക്ഷം രൂപ ഇടണം. പിന്നെ നടരാജന് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. പിന്നെ നടരാജന് ഇപ്പം ഇതിനെടുത്ത് കൊടുക്കാൻ പോകും. എന്തിനാ നടരാജന് കൊടുക്കണേ? എടി, അവൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താൽ ഞാൻ ടിക്കറ്റിന് കാശ് കൊടുത്തത്. അതിന് വേണമെങ്കിൽ ഒരു 50 രൂപ നാളെ ഞാൻ തരാം, അതൊന്ന് തിരിച്ചു കൊടുത്തേക്ക്. അങ്ങനെ ആരുടെ ഔദാര്യം ഇത് പറയണത് വെറും ഈ അല്പന്മാരുടെ ഒരു സ്വഭാവമാണ്. അല്പത്തരല്ല ക്ലീറ്റോ. അവർക്ക് ഇഷ്ടം പോലെ സ്വത്തും പണവും പുള്ളിക്കാരന്റെ ഭാര്യയ്ക്ക് ജോലിയും ഒക്കെ ഉണ്ട്. അവർക്ക് ഇപ്പൊ നമ്മുടെ പൈസയുടെ ആവശ്യമൊന്നും അല്ല. അതുകൊണ്ട് എന്താണ്, എന്നെ പല ആപത്തിലും സഹായിച്ചാണ് നടരാജൻ, കോമളൻ, അൻസാർ. എന്ത് സഹായിച്ചിട്ടുണ്ട്? അവര് പൈസ കടം തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല കണക്ക് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എടി, അത് തരാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നില്ലേ? അങ്ങനെ ആ മനസ്സ് കണ്ടിട്ടാണെങ്കിൽ ആദ്യം കനകനെ സഹായിക്കണം. അവൻ ആണോ? അവനെ പാവ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് കാര്യമുണ്ടോ ക്ലീറ്റോ? എന്തെല്ലാം കാര്യങ്ങളുണ്ട് ആ കൊച്ചിന്. ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാര്യം പറയണ്ട. കനകൻ എന്തേലും ചെയ്യാം. എന്തേലും ചെയ്താൽ പോരാ, അവന് നല്ല കാര്യമായിട്ട് ചെയ്യണം. കാര്യമായിട്ട് പിന്നെ അതങ്ങ് ചെയ്യും. അങ്ങനെ എന്റെ അഭിപ്രായത്തിൽ അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു വരുമാനം കിട്ടാൻ പാകത്തിന് ഒരു ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുക്കണം. മാത്രം മതിയോ? അത് മതി. അയ്യോ, പിന്നെ സർക്കാർ ജോലിക്ക് ആര് പോടി? സർക്കാർ ജോലിക്ക് അതല്ല അവനല്ലേ പോണത്. അവളുണ്ടല്ലോ, പഠിച്ചതാ. നിങ്ങളുടെ ഒരു ബന്ധമില്ലാത്ത മറ്റെന്താ കോമളനും നടരാജനും കൊടുക്കണം. അതെ, അവരൊക്കെ നിന്റെ ആങ്ങളെ നിനക്ക് ബന്ധമുണ്ടല്ലോ, അതുപോലെ തന്നെ അവരെല്ലാം എന്റെ സ്വന്തം സഹോദരന്മാരാണ്. എനിക്ക് അവരൊക്കെ എന്റെ പ്രിയപ്പെട്ടവര്. നിങ്ങളുടെ പെങ്ങൾക്ക് വേണമെങ്കിൽ 10-15 കൊടുക്കും. അങ്ങോട്ടൊന്നും വേണ്ട. അതല്ലാതെ ആർക്കും ഇതിന് പുറത്ത് ഒരാൾക്ക് രൂപ കൊടുക്കാൻ. ഞാനൊരു കാര്യം പറയാം. ഇനി എന്റെ ഇതിനകത്ത് നിന്ന് അടിച്ചു കഴിഞ്ഞാലുള്ള എന്റെ പ്രധാനമായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു പാർട്ടിക്ക് ഞങ്ങൾ ഇടയ്ക്ക് മീറ്റിംഗ് ഒക്കെ കൂടാനുള്ള ഒരു ബിൽഡിങ്
ഒരു 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 2-2.5 സെൻറ്റിൽ ഒരു ബിൽഡിങ് ചെറിയൊരു ഇത് ഞങ്ങൾക്ക് കുറച്ചൊരു 10-50 പേർക്ക് മീറ്റിംഗ് കൂടാൻ പറ്റിയത്. എന്നിട്ട് അതിൽ ക്ലീറ്റോ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും ക്ലീറ്റോ മെമ്മോറിയൽ നാക്കാൻ പറ്റണം. ആ രീതിയിൽ ഒരു സാധനം വേണം. കുറച്ച് ബുക്കുകൾ, വായനശാല പോലെ കുട്ടികൾക്ക് നാടിന് ഗുണം ചെയ്യുന്ന ഒരു സാധനം. എന്നാൽ പിന്നെ അതിന് മുമ്പിൽ ക്ലീറ്റോന്റെ ഒരു പ്രതിമയും കൂടി സ്ഥാപിക്കും. വയ്ക്കുവടിയിൽ 1 അല്ല 2 പ്രതിമ ഞാൻ വയ്ക്കും. അത് എന്റെ സൗകര്യമാണ്. ക്ലീറ്റോ മെമ്മോറിയൽ എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ നാട്ടുകാരുണ്ടാകും. ആയിക്കോട്ടെ, നമ്മൾ ഈ നാട്ടിൽ ഇല്ലാതായി കഴിഞ്ഞാൽ എന്നും നമ്മളെ ഓർക്കണം ജനങ്ങള്. നിങ്ങൾ ഓർക്കും, തല ഓർക്കും. പിന്നെ എന്ത് കാര്യം അല്ലാതെ ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട ആൾ ഞാനാണ്. ഇത് ഞാൻ എടുത്തോണ്ട് വന്നതാണ്. നമ്മൾ ഈ വീട്ടില് ഭാര്യയും ഭർത്താവും ആണെങ്കിൽ എന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കണം. അഭിപ്രായത്തിന് വില കണ്ട. അതുകൊണ്ടാണ് ഞാൻ കുറെ കാര്യങ്ങൾ ഇപ്പൊ നിന്റെ കുട്ടിയുടെ കാര്യം നീ പറഞ്ഞ ഞാൻ സമ്മതിച്ചു. ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാം നീ പറയണ സമ്മതിച്ചാ ഇനി നിന്റെ ആങ്ങളേക്കും ഭാര്യയ്ക്ക് ഒരു കൊടുക്കണം. അവരുടെ വീട്ടിൽ നല്ല അന്തസ്സായിട്ട് ജീവിക്കണ്ടല്ലേ. അയ്യോ, അപ്പൊ നിനക്കെന്താണ് ഈ വീട്ടിലൊരു വിലയില്ലടി? നീ അല്ല ചോദിച്ചോ. നീ ഹവീൽദാരുടെ മോളല്ലേ? ഞാൻ ഹവീൽദാരുടെ മോള് തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ ചെലവിലല്ലേ ജീവിക്കേണ്ടത്? ആണല്ലോ, നീ എന്റെ ചെലവിലാണല്ലോ ജീവിക്കേണ്ടത്. അപ്പൊ ഞാൻ പറയണ അനുസരിച്ച് എന്റെ കൂടെ നിക്കണം. അങ്ങനെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ക്ലീറ്റോ. ഇതിപ്പോ ഞാൻ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തോണ്ട് അവകാശം പറയല്ലേ തങ്കം? അത് ഞാൻ പറയും. നിങ്ങൾ എന്റെ ഭർത്താവാണെങ്കിൽ ഞാൻ പറയും. ഞാൻ പറയണ പോലെ ഇവിടെ കാര്യം നടക്കണം. അങ്ങനെ തീരുമാനിക്കാൻ പറയട്ടെ. നിങ്ങൾക്ക് അത്ര അത്യാവശ്യം 1 ലക്ഷം രൂപ എടുത്തോ, ബാക്കി പൈസ എടുത്തോടാ. ഞാൻ സമ്മതിക്കൂല. 1 ലക്ഷം രൂപ വേണ്ട, എനിക്ക് 1 രൂപ തേടി. പാർട്ടി നീ കൂടുതൽ നേടിക്കണ്ട. 40 ലക്ഷം രൂപ ഞാൻ എടുക്കും. 25 ലക്ഷം രൂപ നിനക്ക് തരും. 40 ലക്ഷം രൂപ മുഴുവൻ ഞങ്ങൾ എടുത്തോ. നിനക്ക് വേണ്ടെങ്കിൽ മുഴുവനും ഞാൻ എടുക്കടി. എങ്കിൽ ഞാൻ പാർട്ടിയുടെ ഓഫീസ് കുറച്ചുകൂടെ വലുതാക്കും. എന്ത് കാര്യം നിങ്ങൾക്ക് പുഴുങ്ങി തിന്നാനോ ഓഫീസ്? പുഴുങ്ങി തിന്നോടി. നടക്കൂല ക്ലീറ്റോ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പദ്ധതി നടക്കൂല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അനുസരിക്കാൻ പറ്റുമോ? അല്ലേ, ഞാൻ ചോദിച്ചോട്ടെ, നീ ആരാടി എന്റെ ഭർത്താവ്? അല്ല, അറിയാൻ വയതുള്ള ചോദിക്കണം. നീ എന്നെ അനുസരിപ്പിക്കാൻ ആരാടി നീ? ഞാൻ നിങ്ങളുടെ ഭാര്യ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അനുസരിക്കാനുള്ള ബാധ്യത ഉണ്ട്. അയ്യോ, നീ പറയണ എല്ലാം ഞാൻ അതുപോലെ അനുസരിക്കാൻ അടിമയൊന്നും അല്ല. എല്ലാം അനുസരിക്കൊന്നും വേണ്ട ക്ലീറ്റോ. പക്ഷെ ഈ കൊള്ളരുതായ്മ സഹിക്കാൻ എനിക്ക് പറ്റില്ല. എന്തൊരു കൊള്ളരുതായി കാണിച്ചത്? കിട്ടുന്ന പൈസ 40 ലക്ഷം രൂപ പാർട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളരുതായ്മല്ലേ അത്? അല്ലേ, 25 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞില്ലേ? 20 ലക്ഷം രൂപ കൊച്ചിന്റെ പേരിൽ ഫിക്സഡ് ഇടണ്ടേ? മതിയല്ലോ, ഒരാളിന് ബാക്കി 5 ലക്ഷം രൂപ. ആര് പണിയും? എന്ത് വീട് ആര് പണിയും? ഒരേയൊക്കെ പണിയാം. നടക്കൂല ക്ലീറ്റോ. ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എനിക്കൊരു നിർബന്ധമില്ല. ഇന്ന് തീർന്നു നമ്മുടെ ബന്ധം. എന്ന് ഞാൻ പറഞ്ഞ അനുസരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അന്ന് എന്റെ കൂടെ വന്നാൽ കൊതിപ്പിക്കല്ലേ? കൊതിപ്പിക്കണല്ല ക്ലീറ്റോ. ഇനി തങ്കം ഈ വീട്ടിൽ നിൽക്കൂല. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാൻ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചത്? അനുഭവിക്കുമ്പോ തന്നെ വിളിക്കാം. പൈസ വരുമ്പോഴേ ഇനി വന്നോണം. കെട്ടി വന്നോണെന്ന് പറഞ്ഞു. വരും പറയാം. അത് തങ്കം രണ്ടാമത് ജനിക്കണം. ഇങ്ങനെ കുറെ ഉണ്ടെങ്കിൽ പൈസ തുടങ്ങിയ പെണ്ണുങ്ങൾക്ക് പ്രാപ്ത. അവർക്ക് അത് വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് പിന്നെ കുറെ മോഹങ്ങൾ കൂടെ അതുകൂടെ നിറവേറല്ലോ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. പരീക്ഷ എങ്ങനെ ഉണ്ടായി? വന്നുടുപ്പൂര്. അമ്മ നമുക്ക് അപ്പുറത്തോണ്ടേ? അപ്പുറത്തല്ല, അതാ പറഞ്ഞത് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നീ ഇങ്ങോട്ട് വരാൻ. അപ്പൊ അപ്പുറത്താ? നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി മുതൽ നമ്മൾ രണ്ടുപേരും ഇവിടെയാ. എന്തിനാന്ന് ഞാൻ പിന്നെ നീ പോയി ഉടുപ്പൂര് തക്കളി മാറ്. എടുക്കട്ടെ ചാകല്ലേ. ഡാഡി വിളിച്ചോണ്ട് പാവം ഒന്നും കഴിച്ചില്ലല്ലോ. ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് വരട്ടെ അമ്മ. ഞാൻ വിഷമം തോന്നുന്നു. എന്റെ ഡാഡി അല്ലേ? ആണോ? നിന്റെ ഡാഡിക്ക് നമ്മളൊന്നും വേണ്ട, പാർട്ടിക്കാര് മതി. പാർട്ടിക്കാര് നോക്കിക്കോളൂ. അമ്മ ചുമ്മാ നിങ്ങൾ എന്തിനാ എപ്പോഴും പിണങ്ങണേ? നീ ഒരുപാട് വലിയ കാര്യങ്ങൾ അന്വേഷിക്കണ്ട. ഞാൻ പറയണ കേട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ. നിങ്ങൾ ഉണങ്ങിയെന്ന് വെച്ചാൽ അതെന്റെ ഡാഡിയാണ്. എനിക്ക് വിളിക്കണ്ടേ ആഹാരം കഴിക്കാൻ? നീ വിളിക്കോ? വിളിക്കും. എനിക്കൊന്ന് കാണണല്ലോ. അമ്മ പാവം അമ്മ, ഞാൻ വിളിച്ചിട്ട് വരാം പ്ലീസ് അമ്മ, പ്ലീസ്. അമ്മ കഴിച്ചില്ലെങ്കിൽ കഴിക്കാൻ എനിക്ക് എന്റെ ഡാഡി വിളിക്കാം. ഞാൻ പോണം. നിന്നോട് അവിടെ നിൽക്കാനേ പറഞ്ഞ തക്കളി. നടരാജ, ഞാൻ അത്യാവശ്യമായിട്ട് വിളിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഇച്ചിരി സാധനം വേണം. പൊറോട്ടയും ബിരിയാണി അല്ലടേ, ചെറുത് മരുന്ന് കിട്ടുമോ? മാനസികമായിട്ട് ചെറിയ പ്രശ്നം. നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇടേ നമ്മളൊക്കെ വെറും കിഴങ്ങന്മാരാണ്. കാരണം നമ്മൾ എല്ലാവരെയും ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കും. അവർക്കൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ പണത്തിനോട്.
നീ കൊണ്ടുവരുമോ? നാളെ ഉച്ചയ്ക്ക് നിന്റെ വെച്ചിട്ട് പോടാ. ഡാഡി വാ, ആഹാരം കഴിക്കാൻ വെള്ളം വെച്ചേക്കണം. വാ വാ, വെള്ളം വെച്ചേക്കണേ, അങ്ങോട്ട് പോയി കഴിച്ചോണം. എനിക്ക് വേണ്ട. ഡാഡി മീൻ പിടിച്ചേക്കണ്ട്. വാ. അയ്യോ, ഞാൻ മീൻ കണ്ടിട്ടില്ലല്ലോ. തക്കളി, നീ നിന്റെ തക്കളി മോളെ ആരും നിർബന്ധിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഓ ഡാഡിക്കേ മക്കളെ, ഇപ്പൊ അതാണ്ട് വയറും മനസ്സും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആർക്കും ആരും വാരി കൊടുക്കാനൊന്നും പറ്റൊന്നുമില്ല. വിളമ്പി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കഴിക്കാം. ഇല്ലേ തന്നെ എന്റെ പട്ടി വരും ഇപ്പൊ. ഡാഡി ഒന്ന് വാ ഡാഡി. ഡാഡിക്ക് ഇവിടുത്തെ അടുക്കളയിൽ വല്ലതും വേവണമെങ്കിൽ അത് കഴിക്കാനുള്ള താല്പര്യമേ ഉള്ളൂ കേട്ടോ. സ്നേഹം ഉണ്ടെങ്കിൽ നിന്നോട് എനിക്ക് സ്നേഹം ഇച്ചിരി കുറവാന്ന് വെച്ചോ. ഡാഡി ഡാഡിക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ നിന്നോട്? പ്ലീസ് ഡാഡി. ആ വെള്ളം കുടിച്ചാലും ജീവിക്കാം, അതിന് മാത്രമുള്ള തടിയുണ്ടല്ലോ. അതെ, വായു ഭക്ഷിച്ചാലും ജീവിക്കാം, വെള്ളവും കുടിക്കില്ല, പ്രശ്നം തീരുമല്ലോ. ആ പാർട്ടിക്കാരൊക്കെ ഇഷ്ടംപോലെ ചുറ്റുവട്ടത്തുണ്ടല്ലോ, ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാര്. ഡാഡി അവസാനമായി ചോദിക്കാം, കുടുംബക്കാരെ സ്നേഹിക്കണേക്കാളും പാർട്ടിക്കാർ തന്നെയാണ് നല്ലത്. ആ എടുത്ത് മടിയിലോട്ട് നേരത്തെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അവന്മാര് തരും. ആ നിന്നോട് വരാൻ പറഞ്ഞ തക്കളി. പൈസ പൈസ എന്നുള്ള ചിന്തയായിട്ട് ജീവിക്കണ കുറെ മൃഗങ്ങള്. നീ പോയി കഴി, നീ വേണേ പോയി കഴിച്ചോ. വേണ്ടെന്ന് പറഞ്ഞില്ല, എത്ര പ്രാവശ്യം പറയണം? ഒരു കാര്യം ഒരു പ്രാവശ്യമല്ലോ 1000 പ്രാവശ്യം. പിന്നെ എനിക്ക് വേണ്ട. ആ കഴിക്കണ്ട. എന്നാ വിശപ്പും ദാഹം ഇല്ലാത്ത ആൾക്കാരെ വിചാരിച്ചിട്ട് നീ ഇതിനെ ഭക്ഷണം കഴിക്കാതിരിക്കണേ? അവരെ നോക്കാൻ പാർട്ടിക്കാരൊക്കെ ഇഷ്ടം പോലെ. വാങ്ങൂടെ എഴുന്നേറ്റ് വരെ. പിന്നെ ഞാനിവിടെ എന്ത് കാര്യത്തിനടി ഉണ്ടാക്കി വെക്കണേ? വാ മോൻ വാ. എല്ലാരും കഴിക്കണമെങ്കിൽ ഞാനും കഴിക്കാം. മോൻ വാ വാ. തക്കളി എഴുന്നേറ്റ് വരെ. ആ മക്കളെ ചെല്ല്, ഇതൊക്കെ പൈസ കൊണ്ടുള്ള ആർത്തി മൂത്ത് ഭ്രാന്തായ കേസാ. തക്കളേ, തക്കളേ, ഡ്രസ് മാറിയിട്ട് വാ, ബിരിയാണി കഴിച്ചിട്ട് വരാം. ബിരിയാണിയാ? അമ്മ അമ്മ ഇങ്ങി വാ. എന്താ അമ്മക്ക്? അമ്മ ഡ്രസ് മാറുക, നമുക്ക് ബിരിയാണി കഴിക്കാൻ പോവാം. അതെ, ഞാൻ നിന്നെ വിളിച്ചോളൂ. നിന്നെ ബിരിയാണി കഴിക്കാൻ വിളിച്ചാൽ നീ വരണം. ഡാഡി അമ്മയും കൂടെ കൊണ്ടുപോവാം. ഞാൻ ബിരിയാണി കാണാതെ കിടക്കൊന്നുമല്ല, ഞാൻ വന്നില്ല. പിന്നെ ബിരിയാണി ചെമ്പിന്റെ പുറത്തല്ലേ പ്രസവിച്ച് അങ്ങ് ഇട്ടത്. കൊച്ചാ നീ പറഞ്ഞേ വന്നേ. ഡാഡി ഇവിടുന്ന് കഴിക്കാമെങ്കിൽ പിന്നെ നിനക്ക് ഇവിടുന്ന് കഴിച്ച് ഇറങ്ങണോ? നീ അങ്ങ് കഴിച്ചോ. പിന്നെ ഞാൻ വിളിക്കണം, നിനക്ക് ബിരിയാണി മേടിച്ചു തരാണ്. അവിടെ വന്നില്ല. എത്ര നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയിരിക്കാൻ വാ, നമുക്ക് തക്കളി നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ് മാറിയിട്ട് വന്നേ. ഇവിടുന്ന് ഈ വിഷം കഴിക്കണത് നല്ലത് ഹോട്ടലിൽ പോയി കാശ് കൊടുത്ത് വല്ലതും കഴിച്ചാൽ വയറിൽ കിടക്കും. ഹോട്ടലിലോട്ട് ആക്കണത് പാർട്ടി ഓഫീസിലോട്ട് ചെല്ല്. സ്നേഹം പോകൂടി. പാർട്ടി ഓഫീസിലുള്ളവർക്ക് ഇതിനേക്കാൾ സ്നേഹമാ. അത്ര സ്നേഹമാണ് കുറച്ച് പേരെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിക്കൂടി. താമസിപ്പിക്കും. കാണാനൊന്നുമില്ല. എന്തെന്ന് അത് താമസിപ്പിക്കുന്ന പറഞ്ഞാൽ ഞാൻ താമസിപ്പിക്കും. നിങ്ങൾ കുറെ നേരമല്ലോ കാശിന്റെ പേര് പറഞ്ഞോണ്ട് എന്നോട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളോ? 10 പൈസ കയ്യിൽ വരും പറഞ്ഞപ്പോ നിങ്ങൾ ഭാര്യനെയും മകളെയും ഉപേക്ഷിച്ചല്ലോ. പൈസയുടെ കാര്യം കൂടുതൽ പറയണ്ട. നീ ഇറങ്ങി പോയാ. അപ്പൊ നിങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞതാ? ഇറങ്ങി പോകാൻ പറഞ്ഞത് ഭർത്താവിന് അനുസരിച്ച് ഭാര്യ നിൽക്കണം. അപ്പൊ എനിക്ക് എന്തൊരു വിലയില്ലേ? നിനക്ക് വില, നിനക്കുള്ള വില ഞാൻ തരണുണ്ട്. എന്റെ വാക്കിന് വിലയില്ലാത്ത സ്ഥലത്ത് ഞാൻ എങ്ങനെ നിൽക്കും? നീ നിക്കണ്ടേ, നീ തലകുത്തി മറിയും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മണി തുറന്നു വെച്ചു. പിന്നെ
അതെ, നീ ഒരു കാര്യം ചെയ്യും, എന്നെക്കാൾ ഉചിതമാണെന്ന് തോന്നണേ എവനെങ്കിലും കണ്ടെത്തിക്കോ. ഒരു പ്രാവശ്യം കണ്ടെത്തിയതിന് മതിയായി. അയ്യോ, അതെ, എനിക്ക് പറ്റിയ അബദ്ധം എന്റെ തലയിലായി പോയെന്ന് പറഞ്ഞാൽ മതി. കർത്താവേ, ഞാൻ പോരണേ. നീ പറഞ്ഞോണ്ടാ? അവള് പറഞ്ഞല്ലോ, അവള് തീരുമാനിക്കും. കൂടാതിരിക്കണമെങ്കിലേ നിന്റെ ഡാഡിയോട് പറയണം. എടി, ഇതൊന്നും നന്നാവൂല, ഇതൊക്കെ വളർത്തു ദോഷമാണ്. അതെ, ഞങ്ങള് കുറച്ച് വളർത്തു ദോഷം പാഴാക്കി കളഞ്ഞു. എന്തിനാണ് ഇവിടെ സഹിച്ചു നിക്കണ്ടെന്നേ. സഹിക്കണം, കൂടുതൽ സംസാരിക്കല്ലേ. സംസാരിക്കുന്നത് എന്തിനാ നിർത്തുന്നത്? എന്തിനാ? ഞാനേ ബസ് ഇറങ്ങി കുറച്ചു നേരമായി ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്താ വഴക്കിന്റെ കാര്യം? അമ്മ വന്നത് നന്നായി അമ്മേ. ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. ഇനി ഞാൻ ആ വീട്ടിലോട്ട് പോകില്ല, ഞാൻ ഇവിടെ ജീവിക്കും. ഞാനങ്ങ് പിരിഞ്ഞ് ഞാൻ ഉറപ്പിച്ച് വെച്ച് നിൽക്കുവോ. രണ്ടുപേരും വഴക്കിട്ട് അപ്പുറത്തും ഇപ്പുറത്താ താമസിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും. അമ്മ എവിടെ, ഡാഡി എവിടെ, ഞാൻ എവിടെ? അമ്മ കേക്കണമ്മേ, ഈ മനുഷ്യനുണ്ടല്ലോ ലോട്ടറി എടുത്തു, എന്നിട്ട് ആ പൈസ കിട്ടുമ്പോഴത്തേന് 40 ലക്ഷം രൂപ പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ കൊണ്ടേ കൊടുക്കുന്നു. എനിക്ക് ഞാൻ ചോദിച്ചേട്ടാ, അമ്മ എന്നെ ഇത്രയും വളർത്തി ഇത്ര ആകിയ പാർട്ടിയെ ഞാൻ പൈസ വരുമ്പോ തട്ടിക്കളയണത് ശരിയാണ്? അമ്മ, അപ്പൊ ഞാൻ ആരാ അമ്മ? ഈ മനുഷ്യന്റെ ഭാര്യയല്ലേ അമ്മേ? ആ, എനിക്ക് 20 ലക്ഷം രൂപ തരുള്ളൂ. 20 അല്ല 25 ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. ഇവക്ക് പൈസയോട് ഭയങ്കര എനിക്ക് പൈസയോട് ആക്രാന്തം ഇല്ല. എനിക്ക് പൈസ കുറഞ്ഞതിലല്ല, എന്നെക്കാളും എന്താണ് ഈ മനുഷ്യന് പാർട്ടി. അയ്യോ, എനിക്ക് പാർട്ടിയും കുടുംബം ഒക്കെ ഒരുപോലെ തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഭാഗ്യക്കുറി അടിച്ച? ഭാഗ്യക്കുറി നാളെയാണ് നറുക്കെടുപ്പ്. നാളെ നറുക്കെടുക്കുമ്പം അടിക്കുമല്ലോ. നാളെ? അപ്പൊ നാളെയാണ് നറുക്കെടുപ്പ്. എടാ, നാളെ നറുക്കെടുക്കുന്നതിന് ഇന്നേ വഴക്കുണ്ടാക്കണോ? എടാ, എന്നോ പെയ്യാൻ പോണ മഴയ്ക്ക് ഇന്നേ കുട പിടിക്കണോ? ഇതിനാ പറയുന്ന തലയ്ക്കകത്ത് കാട് താമസം വേണമെന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്റെ അനുവാദം കൂടാതെ ഇതിനെ കയറി താമസിക്കാൻ നിന്റെ അടുത്ത് ആര് പറഞ്ഞു? എന്റെ വീട്ടിൽ കയറാൻ ഞാൻ ആരുടെ അനുവാദം ചോദിക്കാനാ? നിന്റെ വീടാ? ഇങ്ങോട്ട് പറഞ്ഞു. ഇല്ല, ഇങ്ങോട്ട് ഇറങ്ങാൻ. തോന്നിയാസം കാണിച്ച് ഇറങ്ങി പോയിട്ട് അപ്പുറത്ത് കയറ്റി താമസിപ്പിച്ചത് എന്റെ ഔദാര്യം കൊണ്ടാ. ഇനിയും വഴക്കും മക്കളോട്ട് ജീവിക്കാനാണ് ഭാവമെങ്കിൽ കൂടും കൊടുക്കാൻ പറഞ്ഞോട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോളണം. പാലയ കീലയ എവിടെയാണെന്ന് വെച്ചാ മക്കള് വിഷമിക്കണ്ട. ഉമ്മയുടെ കാലശേഷം എല്ലാം നിനക്കുള്ളതാ. ഇവിടെ എടുത്തോണ്ട് വാ. കൊള്ളാല്ല അഹങ്കാരികള്. പോരുന്നു എൻ്റെ അവിടെ. പിന്നെ അല്ലാതെ പോവാനാ?